ഹായ് ഹലോ നമസ്തേ. കഫ്ലീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മളെ പരിപാടി എന്താണ്? നമ്മുടെ ബസൂക്കയുടെ പുതിയൊരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമുക്ക് നോക്കാം. മമ്മൂട്ടി കമ്പനി ഇട്ടിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനിയാണ് ഞാൻ കണ്ടത്. കണ്ടോ, 30 ഡേയ്സിന്റെ പോസ്റ്ററാണത്. ഹിറ്റിംഗ് ഇൻ 30 ഡേയ്സ് ശരി, അതുവരെ ഉണ്ട്. 30 ഡേയ്സ്. ഇതിന്റെ ഡയറക്ടർ മറ്റേ ഡിനോ ഡെന്നിസ്. നല്ല കിടിലൊരു സ്റ്റൈലിഷ് പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. തീർച്ചയായും ലുക്ക് വയ്ക്കണം. മുടിയൊക്കെ ബാക്കി കെട്ടി സെറ്റ് ലുക്ക്. ഒരു ജാക്കറ്റ് പോലത്തെ ഇതുപോലത്തെ മറ്റേ ജീൻസ് ടൈപ്പ്. അതെ, ഡെനിം ടൈപ്പ്. ഒരു കാറിന്റെ അകത്തു നിന്നുള്ള ഫ്രെയിമാണ്. കാറിനകത്ത് ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ചോ നീ? ഒരു ഫാക്ടറി. ഒരു ഫാക്ടറി ഇതൊക്കെ ഉണ്ട്. ഫാക്ടറി അറ്റ്മോസ്ഫിയർ ഒക്കെ ഉണ്ട്. പിന്നെ എടുത്തോണ്ട് മറ്റേ ഭീഷ്മപർവത്തിലെ പോലത്തെ ഒരു മുടിയാണ് കെട്ടി വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ താടി ഇവിടെ കണ്ടാടാ, ഇവിടെ ചെറുതായിട്ട് കട്ടി കുറച്ച് വന്നിട്ട് ഇവിടെ കൂട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടെ കൊള്ളായിരുന്നു തോന്നുന്നു. സത്യം അല്ലേ? ഇത് ചിലപ്പോ ഒരു മോഡേൺ സ്റ്റൈലിഷ് ലുക്ക് ആയിരിക്കും. അതന്നെ, ലുക്ക് വൈസ് നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴും നമുക്ക് അതില് അപ്ഡേറ്റഡ് ആണ്. പിന്നെ ഇത് ഗെയിമിങ്ങുമായിട്ട് നല്ല ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സിനിമയാണ്. ടീസറിൽ വരെ നോക്കുമ്പോ നമ്മള് കുറച്ച് മറ്റേ ഗെയിമിങ്ങിനെ പോലത്തെ ഒരു ഇതുപോലത്തെ ഒരു പാഡ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണ ഇതുണ്ട്. അതുപോലെ മറ്റേ ഫുട്ബോൾ ഗ്രൗണ്ട് ഒക്കെ കാണിക്കണ ഇതൊക്കെ ഉണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒക്കെ. മഞ്ഞ കളർ ജേഴ്സി അതിന്റെ ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, നമ്മൾ ചെയ്യാത്ത റോളൊന്നും ഇല്ല പോയി. പിന്നെ എവിടെയൊക്കെ ഗെയിമിങ്ങിന്റെ ഒരു ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക്. ശ്രദ്ധിച്ചായിരുന്നു ടീച്ചർ പറയുമ്പോൾ ഇടയ്ക്ക് ഗെയിമിങ്ങിന്റെ ഗെയിം ഓവർ എന്ന് പറയുമ്പോഴത്തെ ശബ്ദമൊക്കെ ഇടയിലുണ്ടായിരുന്നത്. അപ്പം എന്തോന്നാണ് തീമെന്ന് ഇപ്പോഴും ജേണർ എന്തോന്നാണ് ഇപ്പോഴും റിവീലല്ല. പിന്നെ ടീച്ചറിൽ മറ്റേ ഇങ്ങനെ സാധാരണ ഒരു ബംഗ്ലാവ് പോലത്തെ വീടില് നമ്മളെ പ്രീസ്റ്റിലൊക്കെ മമ്മൂക്ക ഇരിക്കുമല്ലോ ഇങ്ങനെ ചാരി സെയിം ഷോട്ട് അല്ലേ മേളിൽ നിന്നുള്ള. പ്രീസ്റ്റിലും സെയിം കട്ടുണ്ട് മേളിന്ന് എടുത്തിട്ട് പെട്ടെന്ന് കണ്ണു. ഇതാണ് ഇപ്പൊ ഗെയിം. എനിക്ക് തോന്നുന്നൊരു ന്യൂജൻ കഥയായിരിക്കണം. നമ്മൾ അധികം കേട്ട് കേൾവി ഇല്ലാത്തൊരു ടൈപ്പ് ഓഫ് ടിപ്പിക്കൽ സ്റ്റോറി ആയിരിക്കും. ഫ്യൂച്ചറിസ്റ്റിക് മൂവിയാണെന്ന് അറിഞ്ഞൂടാ. ടൈം ട്രാവലൊക്കെ ഉണ്ടാകും തോന്നുന്നു. എന്തോ ഈ ഡിനോ ഡെന്നിസ് എന്ന് പറയുന്ന പുള്ളി പുതിയ ഡയറക്ടറാണ്. കഥ പറയാനായിട്ട് വന്നതാണ്. പറഞ്ഞിട്ടുണ്ടല്ലേ? കഥ പറയാൻ വേണ്ടി പറഞ്ഞതല്ലേ മമ്മൂക്ക. കഥ പറയാനായിട്ട് വന്നിട്ട് നീ ഇതിനോളം നന്നായിട്ട് നിനക്ക് ഈ സിനിമ പറയാൻ പറ്റും, നീ എന്നെ ഡയറക്ട് ചെയ്തോന്ന് പറഞ്ഞ് അവനെ പറ്റി പുതിയൊരാളെ കൂടെ സിനിമയിലോട്ട് കൊണ്ടുവന്നു. അപ്പൊ എന്താണെന്ന് അറിയാം എങ്ങനെയാണ് പുള്ളിയുടെ ഡയറക്ഷൻ. പക്ഷെ എനിക്ക് ടീസർ കണ്ടപ്പോ നല്ല ഫാനായി. കാര്യം ഓരോ കട്ട് ചെയ്തേക്കുന്ന സാധനങ്ങളൊക്കെ ഒരു വെറൈറ്റി രീതിയിലാണ്, ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ് കട്ട് ചെയ്തേക്കണം. അപ്പൊ പിന്നെ ആദ്യത്തെ എക്സ്പീരിയൻസ് കുറവ് ഇതിനകത്ത് വരുമെന്ന് പറഞ്ഞൂടാ. കഥ പറയാനായിട്ട് വന്ന ഒരാളല്ലേ. അത് തന്നെ അറിഞ്ഞൂടാ. പക്ഷെ ഒരുപാട് ടൈം എടുത്താണ് പടം ചെയ്തത്. പക്ഷെ ടീച്ചർ കണ്ടപ്പോ അവര് പോരായ്മയൊന്നും തോന്നിട്ടില്ലല്ലേ? പോരായ്മയില്ല. പുതിയ ഡയറക്ടറിന്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് അങ്ങനെയൊന്നും വന്നിട്ടില്ല. നമ്മൾ മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു 90s കാലഘട്ടം കഴിഞ്ഞ് അമൽ നീരദിന്റെ ഒക്കെ കാലഘട്ടം വരുമ്പോഴേ അമൽ നീരദ് ഉണ്ടാക്കിയ ഒരു ബിഗ് ബി ഒക്കെ കൊണ്ടുമ്പോ ആ സ്റ്റൈല് മേക്കിംഗ് വരുമ്പോഴേ അത് തന്നെ മേക്കിങ്ങിൽ മാറ്റം വരുമ്പോ നമ്മൾ ശ്രദ്ധിക്കപ്പെടുമല്ലോ. അതുപോലത്തെ ഒരു ഇതാണ് എനിക്കിപ്പോ തോന്നിയത്. ബിഗ് ബി പക്ഷെ അന്ന് ശ്രദ്ധിക്കപ്പെട്ടതല്ല. ആർക്കും അത് എന്തോന്നാണെന്ന് പോലെ ഒരു പിടി. എടാ എന്ന് പറഞ്ഞാൽ മറ്റേ മമ്മൂക്ക തന്നെ പറയണം, മറ്റേ എന്തൊരു ആംഗ്ലോ ഇന്ത്യൻ സിനിമകള് അങ്ങനത്തെ ടൈപ്പ് ടിപ്പിക്കൽ സ്റ്റോറികൾ ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ വേറൊരു മേക്കിംഗ് സ്റ്റൈൽ ഇപ്പൊ മലയാളത്തിൽ അധികം കണ്ടിട്ടില്ലാത്ത മേക്കിംഗ് സ്റ്റൈലിൽ വരുമ്പോ നമ്മൾ ശ്രദ്ധിക്കപ്പെടുമല്ലോ സ്വാഭാവികമായിട്ട്. അങ്ങനത്തെ ഒരു ഇതാണ് എനിക്ക് ഇതിൽ തോന്നിയത്. എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത എന്തോ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കണ പോലെ ഒരു തോന്നല്. അങ്ങനെ എന്തായാലും ഇതുവരെ മലയാളത്തിൽ എടുത്തിട്ടില്ലാത്തൊരു ചാനലാണെന്ന് ഉറപ്പാണ് രീതിയിലാണ് എടുത്തേക്കുന്നത്. എന്തായാലും ന്യൂജൻ പിള്ളേരല്ലേ, ഒരു വരട്ടെ ഇരിക്കട്ടെ. അതാ ഇപ്പൊ എന്താണ് മമ്മൂക്കയും ന്യൂ ജനറേഷൻ പിള്ളേര് അത് ഭയങ്കര ഒരു കോംബോയാണ്. തീർച്ചയായിട്ടും മമ്മൂക്കയാണല്ലോ പുതിയ ന്യൂജൻ പിള്ളേരെ സിനിമയിലേക്ക് ഇപ്പോഴും പ്രൊഡ്യൂസർമാരായാലും ഡയറക്ടർമാരായാലും സ്ക്രിപ്റ്റ് റൈറ്റർമാരായാലും എല്ലാവരും കൊണ്ടുവരുന്നത് മമ്മൂക്കയാണ്. തീർച്ചയായിട്ടും. അപ്പൊ എന്താണ് പടത്തിന് ഡേറ്റ്? എന്നാണ്? ഏപ്രിൽ 10 പടം നമ്മള് കാണുന്നതായിരിക്കും. റിവ്യൂസ് ഒക്കെ വരുന്നതായിരിക്കും. അപ്പൊ വിശേഷങ്ങൾ അറിയാൻ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നു. പിന്നെ ട്രെയിലർ ഡേറ്റ് ഒന്നും വന്നില്ല. അപ്പൊ ഇപ്പൊ എന്താണ് 30 ഡേയ്സിനുള്ളിൽ പടം ഇറങ്ങുമെന്നുള്ളൊരു ചെറിയ പോസ്റ്ററാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ മുമ്പത്തെ ഒരു പോസ്റ്റർ നമ്മൾ ചെയ്തായിരുന്നല്ലേ, മറ്റേ കാറിന്റെ
ആ ശരി ശരി. അത് ചെയ്യുന്നു. കാരണം ഒരു ഡിസ്റ്റൻസ് ഒക്കെ ഇട്ട് സ്റ്റൈലിഷ് ആയിട്ടിരിക്കണം. അപ്പൊ ഓരോ പോസ്റ്ററും നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ്. അപ്പൊ മേക്കിങ് നമ്മൾ അത്രയും സ്റ്റൈലിഷ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അടുത്തൊരു അപ്ഡേറ്റ് ആയിട്ട് പിന്നെ വരാം. ഓ ഓക്കെ. അഞ്ച് ദെൻ ലൈൻ കട്ട്.